കേരളത്തിൽ അധികവും വിൽക്കപ്പെടുന്ന പമ്പുകൾ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പുകളാണ്. നമ്മളൊരു കസ്റ്റമർ കടയിൽ പോകുന്ന സമയത്ത് ഡീലർ ബോക്സ് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റാൻഡിന്റെ പുറത്ത് വെച്ചിട്ട് ആ പമ്പ് നമുക്ക് പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് തരാറുണ്ട്. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പമ്പിന്റെ പുറത്ത് നമ്മൾ കൈകൊണ്ട് അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈവലിക്കും. നമുക്കൊരു എർത്ത് അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷന്റെ ഒരു ഫീൽ ഉണ്ടാവും. നമ്മളൊരു ടെസ്റ്റർ വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആ ടെസ്റ്റർ ലൈറ്റ് കത്തിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ടാങ്കിന്റെ ഉള്ളിൽ സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്ത് പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു എർത്തടിക്കുന്ന ഫീല് അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഡക്ഷൻ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ റീസൺ എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും, അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്റെ ഫ്രണ്ടില് ഒരു 7 ബ്രാൻഡിന്റെ പമ്പ് സെറ്റുകൾ, ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ വാട്ടർ കൂൾഡ് ടൈപ്പ് പമ്പ് സെറ്റുകൾ എന്റെ ഫ്രണ്ടിലുണ്ട്. അതിൽ കിർലോസ്കർ ഉണ്ട്, ക്രോംപ്ടൺ ഉണ്ട്, വി-ഗാർഡ് ഉണ്ട്, അതുപോലെ കോയൽ ഉണ്ട്, അതുപോലെ CRI ഉണ്ട്, പിന്നെ ഗ്രാത്ത് ഉണ്ട്, അതുപോലെ നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ ലക്ഷ്മി പമ്പ് ഉണ്ട്. അങ്ങനെ 7 പമ്പുണ്ട്. ഈ പമ്പ് നമ്മളിപ്പോ വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡിന്റെ പുറത്താണ് ഇത് വെച്ചേക്കുന്നത്. ഈ പമ്പിൽ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യും. ഒരു ഡ്രൈ റണ്ണ് ഒത്തിരി സമയം ഓടിക്കാൻ പാടില്ല, വളരെ കുറച്ച് സമയത്ത് നമുക്ക് ഇവിടെ ഇപ്പൊ ഈ ഒരു സ്റ്റാൻഡിന്റെ പുറത്ത് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ കിർലോസ്കർ പമ്പിൽ നമുക്ക് കണക്ഷൻസ് എല്ലാം കൊടുത്തു നോക്കാം. നമ്മളിവിടെ ഇതിന്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ROBയുടെ കണക്ഷൻസ് എല്ലാം കൊടുത്തു. പാനലിലെ കണക്ഷൻസ് നമുക്ക് ചെക്കാം. ഇതിന്റെ പവർ സപ്ലൈ ഓൺ ചെയ്തു. ഇതിപ്പോ ജസ്റ്റ് ഒരു 3 amps നോ ലോഡിലാണ് 3 amps എടുക്കുന്നുണ്ട്. നമുക്ക് പമ്പ് ടെസ്റ്റ് ചെയ്യാം. സപ്ലൈ കൊടുത്തതിന് ശേഷം പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഒരു ഇൻഡക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൽ ടെസ്റ്റർ വെച്ച് നോക്കി കഴിഞ്ഞാൽ ടെസ്റ്റർ ഇത് കത്തുന്നതാണ്. ഇത് വെക്കുമ്പോൾ പമ്പ് വെക്കുമ്പോൾ ടെസ്റ്റർ കത്തുന്ന നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഇത് കിർലോസ്കറിന്റെ പമ്പാണ്. ഇതിനകത്ത് ലൈറ്റ് കത്തുന്ന കാണാം. കിർലോസ്കർ പമ്പിൽ നിന്ന് എനിക്ക് നല്ലൊരു അടി കിട്ടി. അടുത്ത് നമുക്ക് ക്രോംപ്ടണിലോട്ട് നോക്കാം. ക്രോംപ്ടൺ പമ്പ് ഉണ്ട്. ഇതൊന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് ക്രോംപ്ടന്റെ ആണ്. ഇതിനകത്ത് നമുക്ക് ഇൻഡക്ഷന്റെ നമുക്ക് കാണാൻ പറ്റും. അതായത് കമ്പാരിറ്റീവ്ലി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡക്ഷനേ ഉള്ളൂ. ക്രോംപ്ടണിൽ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇൻഡക്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ വി-ഗാർഡ് പമ്പിൽ നോക്കി കഴിഞ്ഞാൽ വി-ഗാർഡ് പമ്പിൽ നമുക്ക് ഈ ടെസ്റ്റർ ലൈറ്റ് കത്തുന്ന നമുക്കിത് കാണാം. ഇതിനകത്ത് ഇൻഡക്ഷൻ ഉണ്ട്. അടുത്തായിട്ട് കോയിൽ പമ്പാണ്. കോയിലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷൻ കാണാം, ടെസ്റ്റർ ലൈറ്റ് കത്തുന്ന നമുക്ക് കാണാം. ഇവിടെ CRI നോക്കി കഴിഞ്ഞാൽ CRIയിൽ നമുക്ക് ഇൻഡക്ഷൻ കാണാം, ടെസ്റ്റർ ലൈറ്റ് കത്തുന്നുണ്ട്. അടുത്ത് നമ്മള് ഗ്രാത്തിന്റെ പമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഇൻഡക്ഷൻ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ഇത് കോയമ്പത്തൂർ മേക്ക് ലോക്കൽ ലക്ഷ്മി പമ്പാണ്. ഈ ഒരു പമ്പിൽ നമുക്ക് ഇൻഡക്ഷൻ നമുക്ക് കാണാം. നമ്മളിപ്പോ കണ്ടു ഈ പമ്പിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഡക്ഷൻ ഉണ്ട്. തൊട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് എർത്ത് അടിക്കുകയും ചെയ്യും. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഈ ഒരു പമ്പ്, ഇതേ പമ്പുകൾ തന്നെ നമ്മുടെ വെള്ളത്തിനകത്തോട്ട് ഇറക്കിയോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട് ഇറക്കി വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പമ്പിൽ തന്നെ യാതൊരുവിധമായ ഇൻഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോ ഈ പമ്പ് വയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ഈ തറയിലായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ഈ പമ്പ് വയ്ക്കുന്നത്. ഈ പമ്പ് വെച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കണ്ട ആ ലക്ഷ്മി പമ്പ്, അതേ ലക്ഷ്മി പമ്പ് നമ്മൾ തറയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന്റെ പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഞാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല, ചെരുപ്പിടാതെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻഡക്ഷൻ യാതൊരുവിധമായ ഇൻഡക്ഷൻ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തൊടാൻ പറ്റും. വെള്ളം വരുന്നുണ്ട്, ഇതിനകത്ത് തൊടാൻ പറ്റും. യാതൊരുവിധമായ ടെസ്റ്റ് പ്രശ്നങ്ങളും ഉണ്ടാവില്ല. രണ്ടാമത്തെ പമ്പ് ക്രോംപ്ടന്റെ പമ്പാണ്. ഇത് നമ്മൾ തറയിൽ വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഓൺ ചെയ്യാൻ പോവാണ്. അത് ഞാൻ നഗ്നപാതനായിട്ടാണ് ഓൺ ചെയ്യാൻ പോകുന്നത്. നോക്കാം. അതായത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് പമ്പിൽ തൊടാം, പിടിക്കാം, ഒന്നും ചെയ്യില്ല, എർത്തൊന്നും അടിക്കില്ല. ഈസി ആയിട്ട് പമ്പ് വർക്ക് ചെയ്യും. നമ്മളിപ്പോ കണ്ടു നമ്മുടെ സ്റ്റാൻഡിൽ ഇരിക്കുന്ന പമ്പുകൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഒരു എർത്തിങ്ങിന്റെ പ്രശ്നം ഉണ്ട്. എന്നാൽ ഇതേ പമ്പ് നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം വെള്ളം നനഞ്ഞതിന് ശേഷം നമ്മൾ തൊടുമ്പോഴത്തേക്ക് ഓൺ ചെയ്തതിന് ശേഷം തൊടുന്ന സമയത്ത് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതുപോലെയുള്ള സെയിം പ്രശ്നമാണ് നമ്മുടെ പ്ലാസ്റ്റിക് ടാങ്കിന്റെ ഉള്ളിൽ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് വെച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ആ സിന്റെക്സ് ടാങ്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ടാങ്കിന്റെ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ എർത്തടിക്കുന്നതാണ്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തോ. അപ്പോ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റില് ഒരു ക്രോംപ്ടന്റെ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ വെച്ചു. അതിനുശേഷം പമ്പ് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ടെസ്റ്ററിൽ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ നമുക്കിത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാല് അതിനുവേണ്ടി ഞാൻ ഒരു വയർ എടുത്തു. ആ വയർ ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടു. ഇട്ടതിന് ശേഷം ഞാൻ ഇത് ഗ്രൗണ്ടിലോട്ട് തൊട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, അപ്പൊ ഇത് മാറും. ഇത് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇത് വരും, ഇൻഡക്ഷൻ വരും. കണ്ടോ, ഈ ലൈറ്റ് ഇത് ഞാൻ എപ്പോഴാണോ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ആവുന്നത് അപ്പൊ ഇതിന്റെ ഈ ലൈറ്റ് മാറുകയും എന്നാൽ ഇത് എടുക്കുമ്പോഴത്തേക്കും ടെസ്റ്ററിൽ ലൈറ്റ് കത്തുന്നതും കാണാം. അതായത് ഈ വെള്ളം നമ്മൾ ഗ്രൗണ്ടുമായിട്ട് ടച്ച്, അതായത് ഈ പമ്പിന്റെ എർത്തിങ് പ്രോപ്പറായിട്ട് ഗ്രൗണ്ടുമായിട്ട് എപ്പോഴാണ് ടച്ച് ആവുന്നത് ആ സമയത്ത് ഇതിന്റെ എർത്തിങ് പൂർണ്ണമാവുകയും ഇതിൽ നിന്ന് ഇൻഡക്ഷൻ മാറുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പമ്പിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ചെയ്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പമ്പ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എർത്തടിക്കുകയും എന്നാൽ ഗ്രൗണ്ടിലോട്ട് ടച്ച് ആവുന്ന സമയത്ത് ഇതിന്റെ എർത്തിങ് മാറുകയും ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിന്റെക്സ് ടാങ്ക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ടാങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ
ആ പമ്പിൽ നിന്ന് വരുന്ന ഇൻഡക്ഷൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ പറ്റും. അത് 100% നമ്മൾ ഇങ്ങനത്തെ സിൻടെക്സ് ടാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മൾ അതിൽ നിന്നൊരു എർത്തിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നന്നായിട്ടുള്ള ഒരു ഷോക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മൾ ഈ കണ്ട ഈ പമ്പുകളെല്ലാം തന്നെ വാട്ടർ കൂൾഡ് പമ്പുകളാണ്. അപ്പോൾ ഇതിൽ ഒന്നിലും തന്നെ എർത്തിങ് ഈ പമ്പിന്റെ ഉള്ളിൽ വരത്തില്ല. കാരണം ഇതിനകത്തൊരു ഫേസ് ന്യൂട്രൽ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മാത്രമേ വരത്തുള്ളൂ. എപ്പോഴാണോ ഈ പമ്പ് എർത്തുമായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ആവുന്നത് ആ സമയത്ത് ഇത് എർത്തിങ് ആയി പൊക്കോണ്ടിരിക്കും. ഈ ഒരു പമ്പിലുണ്ടാവുന്ന ഇൻഡക്ഷൻ എല്ലാം തന്നെ എർത്തിങ് ആയിട്ട് അത് പൊക്കോണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഇവിടെ ഒരു പമ്പ് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ പമ്പ് വൈൻഡിങ് ചെയ്യുന്നുണ്ട്. ആ പമ്പ് വൈൻഡ് ചെയ്യാൻ നമുക്കിത് കാണാം. ഇങ്ങനെയാണ് ഈ ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ വൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പാണ്. ഈ കാണുന്ന പോലെ PVC കോട്ടഡ് ആയിട്ടുള്ള കോപ്പർ വൈൻഡിങ് ആണ് ഇത് ചെയ്യുന്നത്. MRF ടേപ്പ് അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടേപ്പ് കൊണ്ടാണ് ഇതിന്റെ ഇൻസുലേഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ചെയ്യുന്ന ഇൻസുലേഷൻസിൽ ഒന്നും തന്നെ എർത്തിങ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിനകത്ത് വരുന്നില്ല. ഇത് എപ്പോഴാണോ ഈ പമ്പ് എർത്തുമായിട്ട് ടച്ച് ആവുന്നത് ആ സമയത്താണ് ഇതിന്റെ എർത്തിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ പമ്പ് നോർമൽ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിലുണ്ടാവുന്ന ഇൻഡക്ഷൻ മോട്ടറാണ്. ഈ ഇൻഡക്ഷൻ മോട്ടറിൽ ഉണ്ടാകുന്ന ഇൻഡക്ഷൻ എല്ലാം തന്നെ എർത്തായി പോകുന്നത് എപ്പോഴാണോ ഇത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ആവുന്നത് ആ സമയത്താണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഞാനിപ്പോ ഇൻഡക്ഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പമ്പ് കൂടെ ഉണ്ട്. അത് ക്രോംപ്ടൺ ബ്രാൻഡിന്റെയാണ്. OW12 C28 എന്ന് പറയുന്ന മോഡലാണ്. ഈ പമ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഇതിലെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഈ ഒരു പമ്പിന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈ വൈൻഡിങ് ടൈപ്പ് ആണ്. ഇതൊരു വാട്ടർ കൂൾഡ് ടൈപ്പ് പമ്പല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ പമ്പ് ഇത് ടെസ്റ്റ് അടിക്കാം. അപ്പൊ ഈ ഒരു പമ്പിന്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തു. RVBയുടെ കണക്ഷൻസ് എല്ലാം ഞാൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ പാനലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാനലിൽ ഇതിന്റെ പവർ സപ്ലൈ കൊടുത്തു. ഇത് ഫേസും ന്യൂട്രലും രണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കപ്പാസിറ്റർ പോയിന്റിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ ഉള്ളിലാണ് പമ്പിന്റെ കപ്പാസിറ്റർ വരുന്നത്. നമ്മൾ ഇതിന്റെ പവർ സപ്ലൈ ഓൺ ചെയ്യാം. ഈ പമ്പിന് ഇത് ഞാൻ പവർ സപ്ലൈ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് ഓൺ ചെയ്തത്. ഇതിനകത്ത് ധൈര്യമായിട്ട് വയ്ക്കാം. ഞാൻ ഈ സ്റ്റാൻഡിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇതിനകത്ത് എർത്തിങ് വരില്ല. കാരണം ഈ പമ്പ് ഇതൊരു ഡ്രൈ വൈൻഡിങ് ടൈപ്പ് ആണ്, വാട്ടർ കൂൾഡ് പമ്പല്ല. അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് നമ്മുടെ സ്റ്റാൻഡിന്റെ പുറത്ത് വെച്ച് നമുക്കിത് ടെസ്റ്റ് അടിക്കാനും ഇതിനകത്ത് ഇൻഡക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. അപ്പം ഞാനിവിടെ കാണിച്ച ഈ പമ്പുകളെല്ലാം തന്നെ ബ്രാൻഡ് ന്യൂ പുതിയ പമ്പുകളാണ്. ഇതിന് വൈൻഡിങ് ഷോട്ടുകൾ അതുപോലെ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ലൈവായിട്ട് കറണ്ട് കൊടുത്തതിന് ശേഷം ആ പമ്പിന്റെ പുറത്ത് തോടുകയും മറ്റു എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തത്. അപ്പൊ ഇത് ആരെങ്കിലും അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പമ്പ് ഉറപ്പുവരുത്തുക. പമ്പിന് കംപ്ലൈൻസ് വേറെ വൈൻഡിങ് ഷോട്ടുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പമ്പ് തൊടാവൂ. അല്ലെന്നുണ്ടെങ്കിൽ വൈൻഡിങ് ഷോട്ടുള്ള പമ്പിൽ തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ എർത്തടിക്കാനും വലിയ പ്രശ്നങ്ങളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ പമ്പ് സെറ്റിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അതുപോലെ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.